നമ്മുടെ സോളാർ വെക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ യഥാർത്ഥ പെയിൻ അറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ബിസിനസ് എടുക്കാൻ പറ്റുന്നത്. ഇനിയും പഴയതുപോലെ ആൾക്കാരെ പറ്റിച്ചും വഞ്ചിച്ചും ഒന്നും സോളാർ വെക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കറക്റ്റ് കസ്റ്റമറിനെ, നോ യുവർ കസ്റ്റമർ, ആരാണ് നമ്മളുടെ കസ്റ്റമർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അവർക്ക് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കണം. ഒരു 500 രൂപ കറണ്ട് ചാർജ് വരുന്ന, ഒരു 700 രൂപ കറണ്ട് ചാർജ് വരുന്ന ആൾക്കാരുടെ ഒക്കെ പോയി വലിയ പ്രൊജക്റ്റുകൾ സംസാരിക്കരുത്. ദയവായിട്ട് അവരെ പറ്റിക്കരുത്, ചതിക്കരുത്. പകരം ആവശ്യക്കാരനുണ്ട്, 6000 രൂപ 10000 രൂപ കറണ്ട് ചാർജ് വരുന്നവരുണ്ട്, 5000 4000 എബവ് ഒരു 3000 ഉള്ളവരുടെ അടുക്കൽ മാത്രം ഒരു 3 കിലോ വാട്ടിന് മുകളിൽ പറയുക. അല്ലാത്തവർക്ക് സാധാരണ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് ഒരു 1-2 പാനലും വെച്ചിട്ട് ഒരു MPPT ചാർജ് കൺട്രോളറും വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളതായി. അതിനപ്പുറത്തേക്ക് അവരെ കമ്പൽ ചെയ്യരുത്. പകരം നമ്മൾ ആരെ കാണണം, ആർക്കാണോ ഒരു സ്പെസിഫിക് എമൗണ്ടിന് മുകളിൽ കറണ്ട് ചാർജ് വരുന്നത് അവർക്ക് വേണം സോളാർ കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഇവരെ പറയുന്നതാണ് നീഡി കസ്റ്റമർ. ആരാണ് നീഡി? അതായത് ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ട്, അവർക്ക് എത്ര ഉണ്ട്? 6000 7000 അല്ലെ 10000, അത് അല്ലെങ്കിൽ പുതിയ 2-3 AC വെക്കാൻ പോകുന്നു, ഇലക്ട്രിക് കാർ മേടിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള കാറ്റഗറി തിരിച്ച ശേഷം ഈ കസ്റ്റമേഴ്സിന് വേണ്ട ഓപ്ഷൻസ് കൊടുക്കണം. അവർ നീഡിയാണ്, അവരാവശ്യക്കാരനാണ്. അവരുടെ വലിയ ഗിമിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രം മതി. അവർ ആ പ്രൊഡക്റ്റ് എടുത്തിരിക്കും. നീഡി കസ്റ്റമർ, അതായത് രണ്ടാമത്തെ കാറ്റഗറി സോളാറിനകത്ത് വേണ്ടതാണ്. അതാരാണ്? ഒരു 6000 എബവ് 10000 താഴെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ നീഡി കസ്റ്റമറാണ്. അവരുടെ അടുക്കൽ പോയി നല്ല ഒരു പ്രൊഡക്ട്സ് കാറ്റലോഗ് വെച്ച ശേഷം അവർക്ക് നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് എടുത്തിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസും സെറ്റ് ചെയ്യണം. എൻഫേസ് പോലുള്ള പ്രൊഡക്ട്സ് കൊടുക്കാമെങ്കിൽ നല്ലത്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.